അപ്പോൾ അങ്ങനെ സാറ്റർഡേ പെരുന്നാളിൻ്റെ അന്നാണ് ഞാനും ചേട്ടനും കൂടി ചേട്ടനൊരു എഞ്ചിനീയർ സാർ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മൂന്നാളും കൂടി പുറത്തോട്ട് പോയി. അപ്പം സാറ് അവിടെ ഒമാനിലുള്ളൊരു ടെമ്പിളിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നതല്ലേ, ടെമ്പിളിൽ പോകുന്നുണ്ടെങ്കിൽ വാ എന്നും പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി കാറിലിങ്ങനെ പോവുകയാണ്. അപ്പം നമുക്ക് സൈഡിൽ കാണുന്ന മലകളാണ്. മലകളെന്ന് വെച്ച് കഴിഞ്ഞാലും പോരാ, പല ടൈപ്പ് മലകളാണ്. ഓരോ ഏരിയയിൽ നോക്കുമ്പോഴും നമുക്ക് ആ ഡിഫറൻസസ് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇവിടുത്തെ മിനറൽസ് പലതരത്തിലുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ റോക്കിലും വ്യത്യാസം വരും. അതായത് മെറ്റലിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ള പിന്നെ കോപ്പർ, അങ്ങനെ ലാറ്ററൈറ്റ്, പിന്നെ മാർബിൾ, ഗ്രാനൈറ്റ്. അപ്പോൾ അങ്ങനെ പല പല ടൈപ്പുകൾ മലകളാണ്. മലകളായതുകൊണ്ട് നമുക്കിങ്ങനെ തോന്നും ഇടിഞ്ഞു വീഴാൻ നിൽക്കുന്ന പോലുള്ള മലകൾ വരെ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ കണ്ടിന്യൂസ് മലകളാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബിൽഡിങ്ങുകളുണ്ട്. ബിൽഡിംഗ് എല്ലാം ഏകദേശം ഒരേ ഷേപ്പിലാണുള്ളത്. അധികം ഹൈറ്റില്ല. കാരണം ഇവിടെ ഇഷ്ടംപോലെ ഡെസേർട്ട് ഏരിയ ഉള്ളത് കൊണ്ട് ഒത്തിരി ഹൈറ്റിൽ ബിൽഡിങ് വെക്കരുതെന്നുള്ളൊരു നിയമം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഡിസൈൻ ഒരുപോലെ, ജനലുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു മോഡൽ. ചിലയിടങ്ങളിൽ പിന്നെ ചെടികൾ, അതായത് വേപ്പ്, പന, പിന്നെ നമ്മുടെ കുറച്ച് ചെടികളൊക്കെ നട്ട് കിളിപ്പിച്ചേക്കുന്നതായിട്ട് കണ്ടു. ബോഗൻവില്ല കണ്ടു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ചെടികളൊക്കെ കണ്ടു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്ലാന്റ് ചെയ്തിങ്ങനെ കൊണ്ടുവരുമെന്ന് തോന്നുന്നു. കൂടുതലായിട്ടും പനമരങ്ങൾ, ഈന്തപ്പഴത്തിൻ്റെ ഇങ്ങനെ നട്ട് വെച്ചേക്കുന്നത്. റോഡുകളൊക്കെ ഇഷ്ടം പോലെ വളഞ്ഞു കുളഞ്ഞൊക്കെ പോകുന്നുണ്ട്. അതായത് വൺ സൈഡ്, അങ്ങനെ വൺ വേ അല്ലേ. അപ്പോൾ അത് കാരണം വളരെ ഫാസ്റ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് വേറെ ഒരു ടൈപ്പ് മലയാണ്. അതൊരുമാതിരി ഇടിഞ്ഞിരിക്കുന്ന പോലെ. അതുകൂടാതെ റോഡിൻ്റെ സൈഡിലൊക്കെ നല്ല ഫ്ലവേഴ്സിനെ ഇങ്ങനെ ഇഷ്ടം പോലെ നട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകം വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റപ്പാക്കി വെച്ചേക്കണം. മരങ്ങൾ, 2-3 ടൈപ്പ് മരങ്ങൾ കണ്ടു. പക്ഷേ അതിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. കാറിലിരുന്നുള്ള വ്യൂസ് ആയിരുന്നു ഇതൊക്കെ. മൂന്നാമത്തെ ടൈപ്പ് മലകളാണ് ഇപ്പോൾ കാണുന്നത്. അത് ഇച്ചിരി ഹാർഡായിട്ടുള്ള റോക്കാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ പാത്തി പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും തൊട്ടടുത്തുള്ള സ്ഥലത്ത് മഴ പെയ്താൽ പോലും വെള്ളം ഫുള്ളി മലയിൽ കൂടെ ഒഴുകി താഴ്ന്ന പ്രദേശത്തേക്ക് വരും. അതുകൊണ്ട് തന്നെ വളരെ ഡേഞ്ചറസ് ആണ് മഴയുടെ ഒരു സിറ്റുവേഷൻ. ഇതൊരു സ്കൂളാണ് ഒമാനിലെ. അപ്പം ഞങ്ങൾ ഏകദേശം അമ്പലത്തിൻ്റെ അടുത്തോട്ട് എത്താറായി. ആദ്യം നമ്മൾ പോയത് ഒരു ഗുജറാത്ത് ടൈപ്പ്, സൗത്ത് ഇന്ത്യൻ അല്ല, നോർത്ത് ഇന്ത്യൻ ടൈപ്പുള്ള ഒരു ടെമ്പിളാണ്. അവിടെ ശിവയാണ് പ്രതിഷ്ഠ. അപ്പം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ വാതിലേക്ക് വന്നതാണ്. അപ്പോൾ അവിടെ ഒരു കമ്പിൽ നിറച്ചും പ്രാവുകളെ കണ്ട്. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അവധി ദിവസമായത് കാരണം അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം. അകത്തോട്ടൊന്നും ഫോട്ടോസ് വീഡിയോസൊന്നും അലോഡ് അല്ലാത്തതുകൊണ്ട് എടുത്തിട്ടില്ല. ഇത് പുറത്തുള്ളൊരു വ്യൂസാണ്. അവിടെ കുറച്ച് ആൾക്കാർ മുരിങ്ങ ഇലയും മുരിങ്ങക്കായും ഒക്കെ സെയിൽ ചെയ്യാനായിട്ട് വെച്ചേക്കുന്നുണ്ട്. പിന്നെ അമ്പലത്തിലേക്കുള്ള വഴിപാട് കൊടുക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടു. അമ്പലത്തിനകത്ത് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തില്ല. 2 ഇടത്തായിട്ട് ഇങ്ങനെ പ്രതിഷ്ഠ ചെയ്ത് വെച്ചേക്കുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലെ അമ്പലമായിട്ട് നമുക്ക് വലിയ സാമ്യമൊന്നും തോന്നുന്നില്ല. ഒരു ഗുജറാത്തിന് സ്റ്റൈലാണെന്നാണ് പറഞ്ഞത്. പിന്നെ അവിടുന്ന് കുറച്ച് ചന്ദനമൊക്കെ എടുത്ത് തൊട്ടു. കുഴപ്പമില്ല, നമുക്ക് ഒരു സന്തോഷം, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ അവിടെ കയറി തൊഴുതു. നമ്മുടെ നാട്ടിലെ കൂട്ട് പകുതി കട്ടായിട്ട് അങ്ങനെയാണ് തൊഴുത്. അതിന് ചുറ്റും ഉള്ളിടത്ത് വേപ്പ് മരങ്ങൾ ഇഷ്ടംപോലെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അകത്ത് പിന്നെ പേരാലിൻ്റെ ഒരു മരം സംരക്ഷണമൊക്കെ ഉണ്ടായിരുന്നു.